കഴിഞ്ഞ വർഷം ഫേസ്ബുക്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ ചൂട് കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. മല്ലി നന്നായിട്ടൊന്ന് പൊട്ടുന്ന പരുവത്തിലായി കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ കോരി മാറ്റി വെച്ചിട്ട് 4 വറ്റൽ മുളക് എരിവുള്ളതും അതുപോലെ എരിവില്ലാത്ത കാശ്മീരി മുളക് ഒരു 3 എണ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കോരി മാറ്റി എടുത്തിട്ട് ഒരു 1.5 ടീസ്പൂൺ അരി ചേർത്ത് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അരി നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയും ഒന്ന് മൂത്ത് കഴിഞ്ഞ് കോരി മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും ഇട്ടിട്ട് റോസ്റ്റ് ചെയ്ത് കറിവേപ്പില ഒന്ന് ക്രിസ്പിയായി വരുന്ന സമയത്ത് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കായം ഇട്ട് കൊടുത്തിട്ട് കായം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലുള്ള കായം പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ കോരി മാറ്റി വെക്കാം. അപ്പോൾ എല്ലാ ചേരുവകളും നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുത്താൽ നമ്മുടെ സാമ്പാർ പൊടി റെഡിയായി. ഇനി സാമ്പാർ വെക്കുമ്പോൾ ഈ ഒരു പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിൻ്റെ പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.